കയാക്കിങ് സുജിച്ച് ഇനി മുതൽ കയാക്കിങ് ആയിട്ട് സൂവടെ കൂടാണ് ഫോണ് കയ്യില്. എനിക്ക് ഒരൊറ്റ പേടി ഉണ്ടായിരുന്നത് ഫോണിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. ഫോണ് താഴെ പോവെന്നായിരുന്നു പേടി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് തിരിച്ചു വന്നു. ഏട്ടൻ വീഴണേന്ന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ ഒന്ന് വീഴാൻ പോയായിരുന്നേ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയാക്കിങ് കഴിഞ്ഞതാ സാദിയാനിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞു പോയത്. എനിക്ക് ഓക്കെ ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ റൂമിലെത്തി നേരെ കടലിലേക്കാണ് പോയത്. എന്തായാലും വന്നല്ലേ ദേ. അപ്പം അവിടെ കുറേ പേര് മീൻ പിടിക്കുന്നു. ഈ ചേട്ടൻ്റെ മീൻ പിടുത്തം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആറ്റ് നോറ്റിരുന്നു. പക്ഷെ ആള് പോയത് അത് കഴുകിയിട്ട് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആള് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് രണ്ടുപേരും കൂടെ കടലിൽ കുറച്ചു നേരം കളിച്ചു. കടല് കാണാത്ത പിള്ളേരെ പോലെ, വെള്ളം കാണാത്ത കുട്ടികളെ പോലെ എന്തൊക്കെയോ ഞങ്ങൾ കാട്ടിക്കൂട്ടി അവിടെ. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ ആലപ്പുഴ ട്രിപ്പ് കഴിഞ്ഞു. 2 ഡേയ്സ് കംപ്ലീറ്റ് ഇല്ല, ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലെത്തി, കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഒന്നും കൂടെ നമ്മുടെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോവാൻ റെഡിയായി. പുച്ഛം, വെറും പുച്ഛം മാത്രം. ഇതാണ് നമ്മുടെ നവനീത് ബ്രോ, ആളുടെ വീടായിരുന്നു. നമ്മുടെ ബാമയ്ക്കൊക്കെ ഹായ് പറഞ്ഞ് ബായ് പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഉച്ചയായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഒരു ഫുഡ് കൂടെ പാസ്സാക്കിയിട്ട് നമ്മൾ ആലപ്പുഴയുടെ വിട പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയത് അരവല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ, 12 ആവുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു, നമ്മൾ കാലിയായിരുന്നു. പക്ഷെ നമ്മൾ കഴിയാറാകുമ്പോഴത്തേക്കും എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. നമ്മൾ മീൽസാണ് പറഞ്ഞത്. മീൽസിൻ്റെ കൂടെ ഒരു പ്ലേറ്റ്